ഹലോ. ഞാൻ ബസ് കാത്ത് നിക്കുവാ. വന്നിട്ടില്ല, കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ കേറിയിട്ട് വിളിക്കാം. രണ്ടു മൂന്ന് കൂട്ടർ വന്ന് പോയിക്കണു. ഇപ്പൊ അതൊന്നും ആയിട്ടില്ല. അനക്കെന്താ? ആ ദജ്ജാൽ ബാബുട്ട് ചെറുക്കൻ എന്താ ഇവിടെ വട്ടത്തിൽ നടക്കണു? എന്താന്നാ അറിയില്ല, ഒരേട്ടങ്ങേറ് പിടിച്ച ചെറുക്കനെ. അവൻ ജയിലിലായിരുന്നു. അപ്പൊ ഓൻ കഴിഞ്ഞ ആഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഈ അറിഞ്ഞില്ലേ? കഞ്ചാവ് കേസിലൊക്കെ എന്തോ പിടിച്ച് ജയിലല്ലായിരുന്നു, ഓൻ ഇറങ്ങി. ഓന്റെ വാപ്പ 3 കൊന്ന് പുറത്തിറങ്ങി. അയിലും ഇതൊന്നുമില്ല ഇപ്പൊ ഇത്. എന്നാ ഞാൻ സുലൈമാനെ അടിച്ചിട്ട് വരാം കേട്ടോ. പിന്നെ തൂക്കുമ്പോ നേരെ നോക്കി തൂക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2.5 കിലോനാ ഇറച്ചി നഷ്ടം. കണക്കിന് പോയാൽ എന്റെ കൂലിമ നമ്മൾ പിടിച്ചു കേട്ടാ. മൂപ്പില്ലാത്തൊരു ഇറച്ചരാണ് ദജ്ജാൽവാപ്പിടെ വാപ്പ. അങ്ങനെ എത്ര കിലോ ഇറച്ചിയുണ്ട്? 1 കിലോ. എടാ 1 കിലോ ഇറച്ചി കൊടുക്കുന്നത് കേട്ടാ. ആള് ഇല്ലല്ലോ. നമ്മളൊക്കെ മറന്നോ? ചെക്ക സൂക്ഷിച്ച് സംസാരിച്ചോണം. കാലിൽ ചെരുപ്പാ കിടക്കുന്ന എടുത്ത് പെരുമാറും ഞാൻ. മോളെ ചെരുപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. നിന്നെ ഞാൻ എനിക്ക് എന്താടാ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ചേച്ചിയുടെ പണി നോക്കി ചേച്ചി. പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. ആരാണ് അവിടെ? എന്താണ് പ്രശ്നം? എന്താ കാണിക്കല്? ഇവിടെ ഇയാളുടെ കഴിഞ്ഞ ആഴ്ച അവരാന്റെ കുട്ടീനെ പിത്തനാട്ടിയത് ആണെങ്കിൽ അനക്ക് തോന്നിയ ദിവസം കളിക്കാനല്ല നമ്മുടെ മക്കള്. മക്കളെ ഞങ്ങള് വീട്ടിൽ പോയിക്കോ. ഇത് ഞങ്ങൾ ഏറ്റു. നീ എപ്പോഴാവോ കറണ്ട് വരിക? സമാധാനായിരുന്നു. എല്ലങ്ങായി ഇന്നലെ എവിടെ ഇരുന്നു ചേച്ചി? ഞാൻ കൊറേ വിളിച്ചല്ലോ. അതിന്റെ കാര്യം ഒന്നും പറയണ്ട ചങ്ങായി. ഇന്നലെ ഒരിടത്ത് പോയിട്ടാണ് പെട്ടു. ഇന്നലെ ഒരു പരിപാടി ഉണ്ടെന്ന് ചങ്ങായി, അതിനെ എന്നെ വിളിച്ചത്. എന്തൊന്ന് പരിപാടി? എന്താ അവിടെ ആൾക്കൂട്ടം നോക്കാം. അത് നമ്മള് ദജ്ജാൽ ബാബുട്ടിയാക്കണ മാനാണല്ലോ. നമുക്കൊന്ന് പോയി നോക്കാം. എന്നതാ പോരെ. ഓളെ തല്ലല്ലോ വേണ്ട, ഓളെ തല്ലല്ലോ വേണ്ട.
ഓനെ പല്ലല്ലേ വേണ്ടേ ഓനെ തോടി പറ്റിയാണ് വണ്ടി കൂടെ കൊണ്ടുവരാൻ ഒട്ടടിക്കട്ടെ പിടിച്ചോ അവനെ പിടിക്കേ അവനെ പിടിക്കേ അവനെ പിടിക്കേ അവനെ പിടിച്ചിട്ട് ഞാൻ കത്തിര മുടി കട്ടടാ മുടി പടച്ചോനെ ദജ്ജൽ ബാബുട്ടിയിൽ വരുന്നു ഇനിയിപ്പൊ എന്തൊക്കെ കുലുമാല ഉണ്ടാക്കാൻ പോണം ആ എന്താ എല്ലാവരും എണീറ്റിരിക്കുന്നത്? ഇരുന്നോളി ദിവസേ ഒരു 5 പൊറാട്ടയും ഒരു ചായ. അവിടെ എവിടുന്നായിരുന്നേ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താച്ചാല് എന്താന്ന് വെക്കാനൊന്നുമില്ല. മില്ലിലെ സതീശനും ചെക്കന്മാരും മുട്ടടിച്ച് വിട്ടിരിക്കുന്നു നിങ്ങളെ മോനെ. അതന്നെ ഇന്ന് ഞാൻ ഓനെ വേണ്ടാക്ക കുട്ടികളല്ലേ അത് നമുക്ക് പറഞ്ഞ് ശരിയാക്കേ ആ ശരിയാക്കാം നമുക്ക് അത് കുഴപ്പമില്ല വേണ്ട കുട്ടികളല്ലേ പറഞ്ഞ് ശരിയാക്കാം. ചെങ്ങ ആകെ പ്രശ്നമായിക്കണു. എന്ത് പ്രശ്നം? അജ്ജൽ ബാപ്തിയാക്കാന്റെ മകനെ മുട്ടടിച്ചത് ഇജാന്നാ പറയുന്നത്. അപ്പൊ ജില്ലേ മൂപ്പര് പറയണ അന്നെ കാണുന്ന പറയണത് ഇജാന്നാണ്. ചായക്കട ഹൈദരാക്കല്ലേ ബാക്കിയുള്ള എത്ര ആളുണ്ടായിരുന്നു? ഓരോ ഉണ്ടാകുമ്പോഴല്ലേ ഞാൻ ചെയ്തേക്കണം. നിങ്ങളൊക്കെ ഒപ്പമല്ലേ ഞാൻ ചെയ്ത്? നിങ്ങളൊക്കെ പിടിച്ചപ്പോ ഞാൻ ചെയ്തു മാത്രമല്ല ഒപ്പം ഉണ്ടായിരുന്നു. എങ്ങനെ ഞാൻ മാത്രം ഒറ്റപ്പെടും? മൂപ്പര് അന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. അത് നടക്കൂല. നിങ്ങൾ എല്ലാരും ഉണ്ട്. എല്ലാരും ഉള്ളപ്പോഴാണ് ഞാൻ പിടിച്ചിട്ടുള്ളൂ. അല്ല ഞാൻ ഒറ്റക്കൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഒരു പ്രശ്നം നടക്കുമ്പോൾ എല്ലാരും ഒന്നിച്ച് വേറെ നിന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തുകയുള്ളൂ. അതൊന്നുമില്ല. നിങ്ങളും ഉണ്ട് എന്റെ ഒപ്പം. ആര് വന്നാലും ഞങ്ങൾ എന്റെ ഒപ്പം ഉണ്ട്. ഞാൻ നിങ്ങൾ വിളിച്ചപ്പോഴാണ് ഞാൻ പോകുന്നത്. എന്തായാലും ദജ്ജൽ എന്നെ കണ്ടാൽ ശരിയാക്കും, അത് ഉറപ്പാണ്. അയാളെ പൊന്നാര മകനെയാണ് ഇപ്പൊ ചെയ്തിരിക്കണത്, മുട്ടടിച്ചിരിക്കണത്. അപ്പൊ അയാള് വെറുതെ വിടുവോ? അതിപ്പോ ആരാണെങ്കിലും വെറുതെ വിടൂല. ആ ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യാം. ഈ ഒരു കാര്യം ചെയ്യേ, 4 ദിവസം മാറി നിൽക്ക്, ഒന്ന് തണുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതാ നല്ലത് കേട്ടോ. ആ മാപ്പുട്ടിയാക്ക ഇങ്ങോട്ട് വന്നിരുന്നോ? ഇപ്പോഴുണ്ടായിരുന്നു. വേറൊരു കാര്യത്തിന് വേണ്ടി പുറത്തു പോയിക്കാണ്. എന്തേ? അയാളെ ഒരു 3 കേസ് ഉണ്ടായിരുന്നു, അത് അയാളെ വെറുതെ വിട്ടിട്ടുണ്ട്. എന്നാ വേഗം ചെല്ലേ, 4ാമത് ചെയ്യാനപ്പം മൂപ്പര് പോയിക്കണ്. പോ എന്നാ വരുമ്പോ വക്കീൽ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോവാണ്. ശരി, നോക്കെ. പടച്ചോനെ ദജ്ജാല് വരുന്നുണ്ടല്ലോ. സതീശ അന്ന് എന്റെ കാര്യം പോക്കാൻ ഞാൻ പോവാണ്. എന്റെ മോനെ മോട്ടടിച്ച് ഞാൻ മാത്രമല്ല ഓരോണ്ട്. എനിക്ക് എന്നെ വേണ്ട ഇന്നലെ വേണ്ട അതിന് വഴി ഉണ്ടാക്കി തരാം. ഞാനല്ലാതെ നിങ്ങളിനെ തെറ്റ് വെച്ചിട്ടാണോ? ഒരു കാര്യം പറയാൻ വേണ്ടി ഞാനല്ലാതെ കൂടെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഞാനല്ല ഞാനെല്ലാം കൂടെ പറയുന്നുണ്ട്. കാര്യം പറയുന്നത് ഒഴിവാക്കി പാവട്ടിയാക എന്നെ ഒഴിവാക്കി. ഓട്ടേക്ക ഞാൻ എല്ലാരും ഓട്ടേക്ക ഞാനല്ല. ഓട്ടേക്ക നിങ്ങൾ ഇന്നിട്ട് ഓടിപ്പിക്കണ്ട. നിങ്ങൾ എന്തിനാണ് ഓട്ടേക്ക ഞാനല്ലാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ
നിങ്ങൾ എന്തിനാണ് വാപ്പിച്ചൊക്കെ എന്നെ ഓടിപ്പിക്കുന്നത്? ഞാനെല്ലാം ഞാൻ അങ്ങോട്ട് അവിടെയൊക്കെ നിന്നെ പിന്നാലെ വന്നില്ല. ഞാൻ ഇനിയും ചാടുകല്ലേ, ഇതൊക്കെ ചാടുന്നതിന്റെ ഉള്ളിൽ കൂടെ ഞാൻ ചാടും. ഞാനെല്ലാം ഒറ്റയ്ക്ക് ഞാൻ ഇതൊക്കെ ചാടും. എന്ത് കാര്യത്തിനാണ് വാപ്പിച്ചങ്ങൾ എന്റെ പിന്നാലെ നടക്കുന്നത്? ഞാനെല്ലാം നിങ്ങളോട് എത്ര വട്ട പറയണം, എല്ലാരൊപ്പം കൂടിയെന്നുള്ളൂ. ഞാന് അന്നെ തല്ലാനും കൊല്ലാനും അല്ലാതെ വിളിക്കുന്നത് ഈ പൈസ വരാൻ വേണ്ടിട്ടാ. ഇത് കയറുവാണമായി ഇടുവാ നമുക്ക്. എന്തിനാ എന്നെ കണ്ടപ്പോട്? ഞാൻ ഓടിയല്ലോ, നിങ്ങളിനെ ഓടിപ്പിച്ചല്ലേ. ഞാനോ? പിന്നെ നിങ്ങളെ കയ്യിൽ കത്തിയൊക്കെ പടം പിടിച്ച് പിന്നാലെ കൂടിയ പിന്നെ കൂടാതിരിക്കും. അത് ശരി. ഇത് ഞാൻ ആ ചായക്കടയിലത്തെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാ. ഞാനത് ഉള്ളിൽ വെക്കാൻ മറന്നുപോയി. അനക്ക് ഞാൻ ഈ പൈസ തരാൻ വേണ്ടിട്ടാ വിളിച്ചത്. പൈസ? അതെന്തിന്? അതാ എന്റെ ചെക്കന്റെ മുടി ഒന്ന് വെട്ടിക്കാം. ഞാൻ പഠിച്ച പണി 18 നോക്കി, ഇന്നെ കൊണ്ട് പറ്റിയില്ല. അത് അന്നെ കൊണ്ട് പറ്റി. അതിന് വേണ്ടിട്ടാ ഈ കായം. ഇത് വെച്ചോ, ഇത് എന്റെ ഒരു സന്തോഷ. സത്യത്തിൽ ഈനെ കണ്ടിട്ട് ഓടി എന്തിനാ? ഞങ്ങളെ കത്തിയൊക്കെ പാടെ കണ്ടപ്പോഴേ പിന്നെ നമുക്കൊക്കെ ചെറുപ്പം പോലെ നിങ്ങളെ പേടിയാണ്. പേടിയാ? അത് ഞാനേ ആ ചായക്കടയിൽ ആ ചെക്കന്മാരെ പിടിപ്പിക്കാൻ വേണ്ടിട്ട് കത്തിയെടുത്താ പുറയിൽ വെക്കാൻ മറന്നുപോയി. ഞാൻ അറിഞ്ഞില്ല. അത്ര ഓടണ്ടേ. പോവാ. ആയിക്കോട്ടെ.